നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ചിലപ്പോൾ കുട്ടികൾ ശാഠ്യം പിടിച്ചാൽ നമ്മൾ കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ചിലപ്പോൾ കോൾ ചെയ്യാനോ മറ്റോ ചോദിച്ചാലും നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ളവർ പല ആവശ്യങ്ങൾക്കും നമ്മുടെ മൊബൈൽ ഒന്ന് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ എന്തിനാണ് അവർ ചോദിക്കുന്നത്? അത് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ? അങ്ങനെ നമ്മളുടെ മൊബൈലിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തിനാണ് അവർ ചോദിച്ചത് അത് മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്നും തന്നെ അവർക്ക് തുറന്നു നോക്കാനോ അതിൻ്റെ അകത്തേക്ക് പോകാനോ അവർക്ക് കഴിയില്ല. പ്രത്യേകിച്ച് കുട്ടികൾ, അവർ ചിലപ്പോൾ യൂട്യൂബിലെ ക്ലാസ് കേൾക്കാനോ മറ്റോ ആയിരിക്കും നമ്മുടെ മൊബൈൽ ചോദിക്കുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കളിയാണ്. പിന്നെ അവർ പ്ലേ സ്റ്റോറിൽ നിന്നും പല ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യും, ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, നമ്മുടെ മൊബൈൽ മൊത്തത്തിൽ അൽക്കുലത്താക്കിയിട്ട് അവർ വെക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെറ്റിങ്സ് മാത്രം ചെയ്തിട്ട് അവരുടെ കയ്യിൽ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. ഏതാണ് സെറ്റിങ്സ്, എങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്നൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളും ഇങ്ങനെയുള്ള സെറ്റിങ്സ് കണ്ട് മനസ്സിലാക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ നിങ്ങൾക്ക് നെയിമുകൾ കാണാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ സെറ്റിങ്സ് എവിടെയാണ്, എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് കണ്ട് മനസ്സിലാക്കാം. ഞാനതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, പിൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഇവിടെ പിൻ ആപ്പ് എന്ന് വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ പിൻ ആപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ എന്തിനാണ് അവർ ചോദിക്കുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റീസെൻറ്റ് ബട്ടൺ കാണുന്നുണ്ടാവും. റീസെൻറ്റ് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ താഴെ പിൻ ദിസ് ആപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഓക്കെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പുറത്ത് പോകാനേ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ബാക്ക് ബട്ടണും റീസെൻറ്റ് ബട്ടണും ഹോം ബട്ടണും ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ നിന്നും നമുക്ക് പുറത്തു പോകാൻ സാധിക്കില്ല. ഈ ഒരു പ്രോഗ്രാം മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. യൂട്യൂബ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്തു വരാൻ സാധിക്കും? അതിനായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങൾ പ്രസ് ചെയ്യുക. അതായത് റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും ഒരുമിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ അൺപിന്നഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അങ്ങനെ അൺപിന്നഡ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് ബട്ടൺ ഇപ്പം പ്രസ് ചെയ്യാൻ സാധിക്കും. മൊബൈൽ പഴയതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ലഭിക്കുന്ന വ്യക്തിക്കും ഇതുപോലെ ബാക്ക് ബട്ടണും റീസെൻറ്റ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്താൽ പോരെ എന്ന്. എന്നാൽ അതിനൊരു സെറ്റിങ്സ് ഉണ്ട്. അതിനായിട്ട് സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് പിൻ എന്ന് നിങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ പിൻ ആപ്പ് വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊന്നും കൂടി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ പിൻ ആപ്പ് വന്നിട്ടുണ്ട്. അത് ഓണിലാണുള്ളത്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലാണ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തത്. ഇവിടെ താഴെ ആസ്ക് ഫോർ പിൻ ബിഫോർ അൺപിന്നിങ് എന്ന ഭാഗത്ത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് ഓണിലാണുള്ളത്. ഇനി നമുക്ക് പഴയതുപോലെ ഇപ്പോൾ യൂട്യൂബാണ് അവർ ചോദിച്ചതെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും റീസെൻറ്റ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം പിൻ ദിസ് ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി അവർക്ക് യൂട്യൂബ് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്ക് ബട്ടണോ അതുപോലെ തന്നെ റീസെൻറ്റ് ബട്ടണോ ഹോം ബട്ടണോ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ബാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ സാധിക്കില്ല. ഇനി അവർക്ക് മനസ്സിലായി ബാക്ക് ബട്ടണും റീസെൻറ്റ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഇതിൽ നിന്ന് റിമൂവ് ആകാമെന്ന്. പക്ഷേ അവർ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പാറ്റേൺ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തുള്ള ഫിംഗർ അങ്ങനെ കൊടുക്കാതെ ഇവർക്ക് ഇതിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കില്ല. അതാണ് രണ്ടാമത് നമ്മൾ ഓപ്പൺ ആക്കിയ ആ സെറ്റിങ്സ്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.